51/2026 സിവിൽ എക്സൈസ് ഓഫീസർ പ്രൊവിഷണൽ ആൻസർ കീ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി. പോർച്ചുഗീസുകാർ കുഞ്ഞാലി മരയ്ക്കാർ നാലാമനെ തൂക്കിലേറ്റിയ വർഷം 1599 ശരിയായ പ്രസ്താവനകൾ: വാസ്കോഡ് ഗാമ ആദ്യമായി മലബാർ തീരത്ത് എത്തിച്ചേർന്ന വർഷം 1498 ആയിരുന്നു. 1604 ഡച്ചുകാർ കോഴിക്കോട് എത്തിച്ചേർന്നത്. ഇന്ത്യയിൽ ഡച്ച് മേൽക്കോയ്മ അവസാനിപ്പിച്ച യുദ്ധമായിരുന്നു 1741 കുളച്ചൽ യുദ്ധം. ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, എ ആൻഡ് ഡി. മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം പ്രകാശനം ചെയ്ത വർഷം 1772 ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ കണ്ണൂരിലെ ബർണശ്ശേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷം 1841 താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ആൻസർ ഓപ്ഷൻ ബി. ബ്രിട്ടീഷ് പാർലമെന്റ് റെഗുലേറ്റിംഗ് ആക്ട് നടപ്പിലാക്കുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ സ്ഥിര നികുതി സമ്പ്രദായം നടപ്പിലാക്കുന്നു. ബോംബെ ഡെക്കാൻ മേഖലകളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി നികുതി പരിഷ്കാരം നടപ്പിലാക്കുന്നു. സാന്താളുകളുടെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. താഴെ തന്നവയിൽ നിന്ന് ശരിയായ 2 പ്രസ്താവനകൾ ഉള്ള ഓപ്ഷൻ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, ബി ആൻഡ് ഡി. ദക്ഷിണാഫ്രിക്കൻ ജീവിതം അവസാനിപ്പിച്ച് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9 ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി. മാവോയുടെ നേതൃത്വത്തിൽ ജനകീയ റിപ്പബ്ലിക് 1946 സ്ഥാപിതമായി. താഴെ തന്ന പേരുകളിൽ നിന്നും 2025 ഊർജ തന്ത്രത്തിന് നോബൽ പുരസ്കാരം നേടിയ വ്യക്തിയെ കണ്ടെത്തുക. ജോൺ എം മാർട്ടിനസ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കേരളത്തിൽ കൂടി കടന്നു പോകാത്ത ദേശീയപാത ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, 130C. കേരളത്തിൽ കൂടി കടന്നു പോകുന്നവയാണ് 966B, 183A, 866. നദീസമതലങ്ങളിൽ നിന്നും എത്ര മീറ്റർ മുതൽ എത്ര മീറ്റർ വരെയാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി, 150 മീറ്റർ മുതൽ 600-900 മീറ്റർ വരെ. ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ ഡാഷ് എന്നറിയപ്പെടുന്നു. നീർത്തടങ്ങൾ. താഴെ നൽകിയിരിക്കുന്നവയിൽ വിവിധ ഇനം വരൾച്ചകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. ഓരോ പ്രദേശത്തും ഓരോ കാലത്തും ലഭിക്കേണ്ട മഴയുടെ അളവ് ദീർഘകാലയളവിൽ കുറയുന്ന സാഹചര്യമാണ് കാലാവസ്ഥാ വരൾച്ച. വിളകൾക്ക് വളരാനാവശ്യമായ മണ്ണിൻ്റെ ഈർപ്പത്തിലെ കുറവിനെയാണ് കാർഷിക വരൾച്ച എന്നറിയപ്പെടുന്നത്. വിവിധ സംഭരണികളിലും ജലലഭ്യങ്ങൾ, തടാകങ്ങൾ, അണക്കെട്ടുകൾ തുടങ്ങിയവയിലും വർഷണത്തിനും പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതിലും താഴേക്ക് ജലലഭ്യത കുറയുന്നതാണ് ജലപീഠ ശോഷണ വരൾച്ച. ഭൂമിശാസ്ത്രത്തിൽ മേഖലാ സമീപനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? കാർൽ റിട്ടർ. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ ഊഷ്മാവ് കൂടിവരുന്ന അവസ്ഥയെ ഡാഷ് എന്നറിയപ്പെടുന്നു. ആൻസർ ഓപ്ഷൻ ബി, താപവിപര്യം. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ സി, ദശവർഷ പദ്ധതി, എം വിശ്വേശ്വരയ്യ. ഗാന്ധിയൻ പ്ലാൻ, SN അഗർവാൾ. ദേശീയ ആസൂത്രണ കമ്മിറ്റി, ജവഹർലാൽ നെഹ്റു. ബോംബെ പ്ലാൻ, JRD ടാറ്റ. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനിയായ കരാജാസ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ബ്രസീൽ. താഴെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിൻ്റെ പേര് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, നബാർഡ്.
1982 നിലവിൽ വന്നു. കാർഷിക മേഖലാ വികസനം, ഗ്രാമീണ മേഖലാ വികസനം, ഗ്രാമീണ വായ്പയുടെ ഒരു ഉന്നത സ്ഥാപനം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ. പ്രസ്താവന 1, 2, 3 എല്ലാം ശരിയാണ്. വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ അനുമതി നൽകി. അപകടകരമായ വസ്തുക്കൾ ഒഴികെയുള്ള വസ്തുക്കളുടെ ഇറക്കുമതിക്കുള്ള ലൈസൻസ് നടപടിക്രമങ്ങൾ നിർത്തലാക്കി. പ്രത്യക്ഷ പരോക്ഷ നികുതികൾ നിരക്ക് കുറച്ചു. ചരക്ക് സേവന നികുതിയിൽ GST ഉണ്ടായിരുന്ന ഏത് സ്ലാബുകളാണ് പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ബി. 12%, 28%. താഴെ പറയുന്നതിൽ ഭരണഘടനാ അസംബ്ലിയിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമില്ലാതെ ഐക്യകണ്ഠേന പാസാക്കിയ വിഷയം ഏത്? പ്രായപൂർത്തി വോട്ടവകാശം. 1976 42ാമത് ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത പദങ്ങൾ ഏതെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ. സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത. താഴെ പറയുന്നതിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി. ശരിയായവയാണ്. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയല്ല എന്ന് പ്രസ്താവിച്ചു. സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശം മാത്രമാകുന്നു. സ്വത്തവകാശം ഇപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 300A താഴെ പറയുന്നതിൽ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധമില്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി. സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ രൂപീകരണം. പഞ്ചായത്ത് രാജുമായി ബന്ധമുള്ളതാണ് ത്രിതല സംവിധാനം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരണം, 33% വനിതാ സംവരണം. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡിയെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി. സമവർത്തി പട്ടിക, വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ. സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ് എന്ന പുസ്തകം രചിച്ചത് TH മാർഷൽ. രാജ്യസഭയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി. രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി 5 വർഷമാകുന്നു. ശരിയായവ: രാജ്യസഭ സ്ഥിരം സഭയാകുന്നു. രാജ്യസഭ ഉപരിസഭയാകുന്നു. രാജ്യസഭ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. 2023 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 1/3 സീറ്റ് സംവരണം. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി. only 1 and 2. ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടന നിർമ്മിച്ചത്. ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പറയുന്നവയിൽ ഏതെല്ലാമാണ് ശരി? ആൻസർ ഓപ്ഷൻ സി. 1, 4. ആസ്ഥാനം തിരുവനന്തപുരമാണ്. KSDMA ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 2025 തൊഴിൽ പദ്ധതിയായ ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ പ്രകാരം സംസ്ഥാനത്ത് വിഹിതം എത്രയാണ്? ആൻസർ 40. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ നോഡൽ ഏജൻസി ഏത്? കിൻഫ്ര. ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആര്? ആൻസർ ഓപ്ഷൻ ഡി. വിജയ് കിഷോർ റഹത്കർ. ജൈവവൈവിധ്യ നാശനത്തിൻ്റെ കാരണമായ തിന്മയുടെ ചതുഷ്കോണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി. ആവാസനാശവും വിഭജനവും, അമിത ചൂഷണം, അന്യജീവികളുടെ അധിനിവേശം, സഹവംശനാശനം. ഒരു സ്വയം പ്രതിരോധ രോഗമാണ് ഡാഷ്. ആൻസർ ഓപ്ഷൻ ഡി. മയാസ്തേനിയ ഗ്രേവിസ്. പുതിയ ഉപാപചയ വസ്തുക്കളാണ് ഡാഷ്. ആൻസർ ഓപ്ഷൻ സി. 1, 3. അബ്രിൻ കോഡിൻ, റെസിൻ കുർക്കുമിൻ.
കൊളസ്ട്രത്തിൽ കാണപ്പെടുന്ന ആൻറ്റിബോഡിയാണ് ആൻസർ ഓപ്ഷൻ എ IgA. സ്റ്റിറോയിഡുകൾ ഇല്ലാത്ത ആഴ്ചയിൽ ഒരെണ്ണം എന്ന ഉപയോഗക്രമമുള്ള ഗർഭനിരോധന ഗുളികയാണ് ഡാഷ് സഹേലി. മണ്ണിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയയാണ് ഡാഷ് അസോസ്പൈറില്ലം. സൂര്യനിലെ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പൈറോമീറ്റർ. ഒരു യന്ത്രത്തോക്കിൽ നിന്ന് 1 സെക്കൻഡ് m പിണ്ഡവും v പ്രവേഗവുമുള്ള n ബുള്ളറ്റുകൾ പുറപ്പെട്ടാൽ യന്ത്രത്തോക്കിൽ അനുഭവപ്പെടുന്ന ബലം ആൻസർ ഓപ്ഷൻ എ nmv. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഒരു വസ്തുവിൻ്റെ പാലായന പ്രവേഗം 11.2 കിലോമീറ്റർ ആണ്. ഭൂമിയുടെ അതേ പിണ്ഡവും ആരം ഭൂമിയുടെ 1/4 ഭാഗവുമുള്ള മറ്റൊരു ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നുള്ള പാലായന പ്രവേഗം എത്ര? ആൻസർ ഓപ്ഷൻ ബി 22.4 km/s. താഴെ പറയുന്നവയിൽ ഭൗതികശാസ്ത്രത്തിലെ ഏത് കണ്ടുപിടുത്തമാണ് സമീപകാലത്ത് വലിയ ശ്രദ്ധ നേടിയത്? ആൻസർ ഓപ്ഷൻ സി ഗ്രാവിറ്റേഷണൽ വേവ്സ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാസപ്രവർത്തനത്തിന് ഉദാഹരണം? ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം. മെഴുക് കത്തുന്നത്, ഭക്ഷണം ദഹിക്കുന്നത്, പഴങ്ങൾ പഴുക്കുന്നത്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ. വൈദ്യുതി ഏറ്റവും നന്നായി പ്രവഹിക്കുന്ന ലോഹം ഏത്? വെള്ളി. ഏതാനും ലായനികളുടെ pH മൂല്യം താഴെ കൊടുത്തിരിക്കുന്നു. ഇവയിൽ ആസിഡ് ലായനി അല്ലാത്തവയുടെ pH മൂല്യങ്ങൾ ഏതൊക്കെയായിരിക്കും? ആൻസർ ഓപ്ഷൻ സി 3, 4. pH 8, pH 12. അഷ്ടപദിയാട്ടം എന്ന കേരളീയ ദൃശ്യകലാരൂപത്തിന് അവലംബമായ സാഹിത്യകൃതി ഏത്? ആൻസർ ഓപ്ഷൻ സി ഗീതാ ഗോവിന്ദം. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം? ആൻസർ ഓപ്ഷൻ ഡി കലിംഗ സ്റ്റേഡിയം. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം? ആൻസർ ഓപ്ഷൻ എ ദീപാവലി. SK പൊറ്റക്കാടിൻ്റെ കൃതികളെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി ശരിയായവയാണ്. യാത്രാനുഭവങ്ങൾ സഞ്ചാരിയുടെ ഗീതങ്ങൾ എന്ന പേരിൽ കവിതകളായി ആവിഷ്കരിച്ചിട്ടുണ്ട്. ആത്മകഥാപരമായ നോവലെന്ന് SK പൊറ്റക്കാട് തന്നെ വിശേഷിപ്പിച്ച കൃതിയാണ് ഒരു ദേശത്തിൻ്റെ കഥ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ചേരുന്നത് ഏത്? സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് പുന്നമടക്കായലിൽ നടത്തുന്ന വള്ളംകളി. 51 ആൻസർ ഓപ്ഷൻ സി. 52 ആൻസർ ഓപ്ഷൻ ഡി. 53 ആൻസർ ഓപ്ഷൻ എ. 54 ആൻസർ ഓപ്ഷൻ ബി. 55 ആൻസർ ഓപ്ഷൻ എ. 56 ആൻസർ ഓപ്ഷൻ സി. 57 ആൻസർ ഓപ്ഷൻ ഡി. 58 ആൻസർ ഓപ്ഷൻ സി. 59 ആൻസർ ഓപ്ഷൻ സി. 60 ആൻസർ ഓപ്ഷൻ ബി. Complete the sentence with the correct option. If you had gone there, you dash would have met. Pick out the correctly spelt word from the following. Answer option A receive. Fill in the blanks using the appropriate form of the verb. The government decided to abolish. B. Rationing. Select the appropriate question tag. I am good dash aren't I. Choose the correct plural form of the word lose. Answer option B lies. The antonym of the mitigate is dash. Answer option A aggravate. Use the correct preposition. She is good dash mathematics. Answer option B at. Choose the correct article. I saw dash one-eyed man. A. Past tense of shoot is dash short. Choose the correct alternative. Neither of us dash coffee likes. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ഓർദ്ധശ്വാസം. വൈൽഡ് ഗൂസ് ചേസ് എന്ന ശൈലിയുടെ തർജ്ജമ ഏത്? ആൻസർ ഓപ്ഷൻ സി നിഷ്ഫല പ്രയത്നം.
നിഷ്കാമം എന്ന പദത്തിൻ്റെ അർത്ഥമായി വരുന്നതേത്? ആൻസർ ഓപ്ഷൻ ഡി, കാമം ഇല്ലാത്തത്. ശരിയായ വാക്യം ഏത്? ആമോദത്തോടെയാണ് സിനിമാ നടനെ ഞങ്ങൾ എതിരേറ്റത്. പർവ്വതത്തിൻ്റെ പര്യായം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ, പത്രി. പർവ്വതത്തിൻ്റെ പര്യായങ്ങളാണ് അദ്രി, അചലം, ശൈലം. ആടറിയുമോ അങ്ങാടി വാണിഭം. ഈ പഴഞ്ചൊല്ലിൻ്റെ ആശയമെന്ത്? മണ്ടന്മാർക്ക് വിവരം കാണുകയില്ല. ഉന്നിദ്രം എന്ന പദം പിരിച്ചെഴുതിയാൽ ഉത് പ്ലസ് നിദ്രം. രക്ഷാകർത്താവ് എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം ഏത്? രക്ഷാകർത്തൃ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനമില്ലാത്തത് ഏത്? ഭാഗവതർ. സുനിത കുട്ടികളെ പഠിപ്പിക്കുന്നു. ഈ വാക്യത്തിൽ പ്രയോഗിച്ചിട്ടുള്ള വിഭക്തി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, പ്രതിഗ്രാഹിക. അബ്കാരി നിയമപ്രകാരം ഏത് പ്രായപരിധിയിൽ കുറവുള്ളവർക്കാണ് മദ്യം വിൽപ്പന നടത്താൻ പാടില്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി, 23. താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി, 1, 2, 3 ശരിയാണ്. കേരളത്തിൽ കള്ള് ഷാപ്പുകൾ തുടങ്ങുമ്പോൾ വിദ്യയുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി, 1, 2, 3 ശരിയാണ്. കേരളത്തിൽ കള്ള് ഷാപ്പുകൾ തുടങ്ങുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, നിത്യാരാധനയുള്ള ക്ഷേത്രങ്ങൾ എന്നിവയിൽ നിന്ന് 40 മീറ്റർ ദൂരപരിധി ഉണ്ടായിരിക്കണം. കേരളത്തിൽ 3 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ വരെയുള്ള ബാറുകൾ തുടങ്ങുമ്പോൾ പൊതു ശ്മശാനത്തിൽ നിന്നും 200 മീറ്റർ ദൂരപരിധി പാലിക്കണം. കേരളത്തിൽ 5 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ വരെയുള്ള ബാറുകൾ തുടങ്ങുമ്പോൾ SC/ST കോളനിയിൽ നിന്ന് 50 മീറ്റർ ദൂരപരിധി ഉണ്ടായിരിക്കണം. കേരളത്തിൽ ഒരാൾക്ക് കൈവശം വയ്ക്കുവാൻ നിയമപരമായി അനുവദിച്ചിട്ടുള്ള അളവ്? ആൻസർ ഓപ്ഷൻ ബി, 1, 3, 4 ശരിയാണ്. കള്ള് 1.5 ലിറ്റർ, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം 2.5 ലിറ്റർ, ഫോറിൻ നിർമ്മിത വിദേശ മദ്യം 2.5 ലിറ്റർ. പാനയോഗ്യമായ മദ്യത്തിൻ്റെ രാസനാമം? C2H5OH. താഴെ പറയുന്നവയിൽ നർക്കോട്ടിക് ഡ്രഗ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, കറുപ്പ്, ഒപ്പിയം. NDPS നിയമപ്രകാരം കുറ്റകൃത്യം ചെയ്ത ഒരാൾ ബഹുമാനപ്പെട്ട കോടതിക്ക് നൽകാൻ കഴിയുന്ന പരമാവധി ശിക്ഷ? ആൻസർ ഓപ്ഷൻ ഡി, വധശിക്ഷ. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് പ്രകാരം വെയർഹൗസ് ഒരു ബോണ്ടഡ് പ്രിമൈസ് ആയി കണക്കാക്കപ്പെടുന്നതിൻ്റെ അർത്ഥം എന്താണ്? നികുതി അടയ്ക്കാത്ത സർക്കാർ മേൽനോട്ടത്തിൽ മദ്യം സൂക്ഷിക്കാം. ഡിസ്റ്റിലറി ആൻഡ് റൂൾ പ്രകാരം മദ്യം നഷ്ടപ്പെടുകയോ ചോർച്ച സംഭവിക്കുകയോ ചെയ്താൽ ഉത്തരവാദിത്തം ആരുടേതായിരിക്കും? ആൻസർ ഓപ്ഷൻ സി, 3, ബന്ധപ്പെട്ട ലൈസൻസ് ഉടമ. കേരളത്തിൽ ഡിസ്റ്റിലറി നിയമങ്ങൾ നിലവിൽ വന്ന വർഷം? 1968. കേരള സംസ്ഥാനത്ത് താഴെ തന്നിരിക്കുന്നവയിൽ ഡ്രൈ ഡേ അല്ലാത്തവ ഏത്? ക്രിസ്മസ് ദിനം. കേരള സർക്കാർ അംഗീകൃത വിനോദസഞ്ചാര മേഖലയിൽ ബാർ, ഹോട്ടൽ പ്രവർത്തന സമയം? ആൻസർ ഓപ്ഷൻ സി, രാവിലെ 10 മുതൽ രാത്രി 12 വരെ. 4 സ്റ്റാർ ഹോട്ടലിന് FL3 ലൈസൻസ് ലഭിക്കണമെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അമ്പലം, പള്ളി, ശ്മശാനം എന്നിവയിൽ നിന്ന് വേണ്ട ദൂരപരിധി? ആൻസർ ഓപ്ഷൻ ബി, 50 മീറ്റർ.